ഇതിനകത്ത് എന്താണ് ഇനി സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുക? ഇനി കേരളത്തിൻ്റെ സർക്കാരിന് ആവശ്യമായ 2-3 പ്രതിസന്ധികളുണ്ട്. ഒന്ന്, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നത്. കോടിക്കണക്കിന് രൂപ ആവശ്യമുണ്ട് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയാൽ ഉടനെ കൊടുക്കാൻ. അപ്പോൾ അത്രയും കോടി രൂപയുടെ ആവശ്യമുണ്ട്. കോടാനുകോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത വരും. അതുപോലെ തന്നെ DA കൊടുക്കാൻ വലിയ DA തന്നെ ഇപ്പോൾ കൊടുക്കാൻ കഴിയാതെ നിൽക്കുന്നു. അത് PF ലയിപ്പിക്കണോ കൊടുക്കണോ എന്നുള്ള സംവിധാനമുണ്ട്. പിന്നെ ഒരു കൺഫ്യൂഷൻ കേരളത്തിലുള്ളത്, ശമ്പള പരിഷ്കരണ കമ്മീഷനെ വയ്ക്കണമോ കമ്മിറ്റിയെ വയ്ക്കണമോ? 2 നിർദ്ദേശവും സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ധനകാര്യ വകുപ്പാണ് കൃത്യമായി തീരുമാനമെടുക്കേണ്ടത്. അത് കമ്മിറ്റിയെ വയ്ക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ, റിപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ, കമ്മീഷൻ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിങ്ങനെ ഇത്രയും അനാമലികളും കാര്യങ്ങളും? അപ്പോൾ ഇപ്പോൾ DA എല്ലാം കൂടി മെർജ് ചെയ്ത് അതിലൊരു തുക കണക്കാക്കി ആ തുകയ്ക്ക് അനുസരിച്ചുള്ളൊരു ശമ്പള സ്കെയിലൊക്കെ കൊണ്ടുവന്നാൽ പോരെ എന്നൊരു ചോദ്യമാണ്. സാധാരണ അങ്ങനെ തന്നെയാണൊക്കെ വരുന്നത്. കാരണം DA കൊടുക്കുന്ന അനുസരിച്ച് എത്ര വരും, അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരികയുള്ളൂ. അപ്പോൾ വളരെ വലിയ പണമൊന്നും വരത്തില്ല വ്യത്യാസം, എന്നാൽ ചെറിയ വ്യത്യാസം വരും. അത്തരത്തിലുള്ളൊരു വ്യത്യാസമൊക്കെ വരുത്തി കൊടുത്താൽ പോരെ എന്നുള്ളൊരു ഒരു ഒരു എന്താണ് ഒരു പാറ്റേൺ ഉണ്ടാക്കി, ഒരു സ്ലാബ് ഉണ്ടാക്കി കൊടുത്താൽ പോരെ എന്നുള്ളതാണ്